വാർത്തയിലേക്ക്. അട്ടപ്പാടിയിൽ ICU സംവിധാനമുള്ള ആംബുലൻസ് വൈകിയതിന് പിന്നാലെ വൃദ്ധൻ മരിച്ചു. മേലെ ബൂതിയാറൂരിലെ ചെല്ലനാണ് മരിച്ചത്. ടി നന്ദഗോപാലുണ്ട് വിവരങ്ങൾ നൽകാനായി. നന്ദഗോപാൽ, എന്താണ് സംഭവിച്ചത്? അനീഷ, ഇക്കഴിഞ്ഞ 25-നാണ് ചെല്ലൻ വനത്തിലേക്ക് പോയി അവിടെ കുഴഞ്ഞു വീണത്. പിന്നീട് ഇദ്ദേഹത്തെ അന്വേഷിച്ചെത്തിയവർ ഏതാണ്ട് 1.5 കിലോമീറ്ററോളം ദൂരം കാൽനടയായി ഇദ്ദേഹത്തെ ചുമന്നു കൊണ്ടുപോവുകയായിരുന്നു. പിന്നീട് അവിടെ നിന്നും ഒരു താൽക്കാലിക ആംബുലൻസിൽ കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തു. പക്ഷേ കൂടുതൽ വിദഗ്ധ ചികിത്സ ആവശ്യമാണെന്ന നിർദ്ദേശത്തിൽ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ ഡോക്ടർമാർ ഇവിടെ നിന്നും ആവശ്യപ്പെട്ടു. ഈ സമയത്താണ് ആംബുലൻസ് ഇല്ലാതെ വന്നത്. അതായത് അന്നേ ദിവസം തന്നെയാണ് ഈ ഓട്ടോറിക്ഷയ്ക്ക് മുകളിൽ മരം വീണ് പരിക്കേറ്റ ഫൈസലും ഈ ഒരു ആശുപത്രിയിൽ എത്തുന്നത്. ഫൈസലിനെ ഒറ്റപ്പാലത്ത് നിന്നും എത്തിച്ച ഒരു ആംബുലൻസിലാണ് മണ്ണാർക്കാടുള്ള ഒരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. അപ്പോൾ ഈ ആംബുലൻസ് തിരികെ വരുന്നത് വരെ ചെല്ലന് ഈ കോട്ടത്തറ ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സ ഇല്ലാതെ തുടരേണ്ടി വന്നു. ഏതാണ്ട് ഒരു 4 മണിക്കൂറോളം സമയമാണ് ചെല്ലൻ കോട്ടത്തറ ആശുപത്രിയിൽ തന്നെ തുടർന്നത്. പിന്നീട് ആംബുലൻസ് തിരിച്ചെത്തിയാണ് ചെല്ലനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തത്. എന്നാൽ 2 ദിവസം ചികിത്സയിൽ ഇരിക്കെ ചെല്ലൻ മരണപ്പെടുകയായിരുന്നു. ഏതായാലും ഈ കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ലൈഫ് സപ്പോർട്ടുള്ള 2 ആംബുലൻസുകളുണ്ട്. പക്ഷേ ഇവ രണ്ടും ഉപയോഗശൂന്യമാണ്. ഇതുകൊണ്ട് തന്നെ ഒരു മരണം സംഭവിക്കുന്ന 2ാമത്തെ വ്യക്തിയാണ് ചെല്ലൻ.